കോവളം ബേക്കൽ ദേശീയ ജലപാത പദ്ധതിയുടെ 2.8 കോടി ചെലവഴിച്ചാണ് കേരളത്തിലെ ഏറ്റവും വലിയ ലിഫ്റ്റ് ബ്രിഡ്ജ് കരിക്കകത്ത് നിർമ്മിച്ചത്. ഈ മാസം 20-നാണ് മുഖ്യമന്ത്രി ലിഫ്റ്റ് ബ്രിഡ്ജ് നാടിന് സമർപ്പിക്കുക. ഇതിനു മുന്നോടിയായി ഉൾനാടൻ ജലഗതാഗത വകുപ്പ് നടത്തിയ ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചു. 100 ടൺ വരെ ഭാരമുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയും വിധമാണ് ലിഫ്റ്റ് ബ്രിഡ്ജിന്റെ നിർമ്മാണം. ദേശീയ ജലപാതയിലൂടെ ബോട്ടുകൾ കടന്നുപോകുമ്പോൾ 5 മീറ്റർ വരെ ഉയരത്തിൽ പാലം ഉയർത്താൻ കഴിയും. 2025ഓടെ കോവളം ബേക്കൽ ദേശീയ ജലപാതയിലൂടെ ജലഗതാഗതം സാധ്യമാകുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ MLA പറഞ്ഞു. ഗവൺമെന്റ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ ദേശീയ ജലപാത എന്ന് പറയുന്നത്. അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് ഏറെ ആഹ്ലാദകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ പാലം 3.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളോടുകൂടിയിട്ടുള്ള പാലമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ലിഫ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ബ്രിഡ്ജ്. വിഴിഞ്ഞം തുറമുഖത്തെ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ നല്ല ശതമാനം ചരക്ക് നീക്കവും ദേശീയപാതയിലൂടെ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ഡയറക്ടർ അരുൺ K. ജേക്കബ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നദീർ എന്നിവർ ട്രയൽ റണ്ണിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.